കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അന്ന് അമ്മ പറഞ്ഞതനുസരിക്കാതെ ഞാൻ ആ എഗ്രിമെന്റ് ശാന്തിക്ക് കൊടുത്തു. പക്ഷെ അന്ന് തന്നെ നടക്കാൻ പാടില്ലാത്തത് പലതും നടന്നു. അന്ന് തന്നെയാണ് നിന്റെ അച്ഛനും മരിച്ചത്. അതിന്റെ കാരണം ഞാനാണെന്ന് പറഞ്ഞ അമ്മ അന്ന് നിന്നെ കൊണ്ട് വീട് വിട്ട് ഇറങ്ങുകയും ചെയ്തു. പിന്നീട് സത്യം മനസ്സിലാക്കിയെങ്കിലും അവൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനും കഴിഞ്ഞില്ല. കാലം ഇത്രയായിട്ടും ശാന്തമ്മയൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ നിന്നെ തിരിച്ചു കിട്ടിയതോടെ ശാന്തമ്മ എന്തെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷയിലുണ്ടായിരുന്നു. എന്നാ വീണ്ടും അതേപോലൊരു ചടങ്ങിനിടയ്ക്ക് പാമ്പെത്തിയിരിക്കുക. ഇപ്പൊ ഞാനിത് നിനക്ക് സമ്മാനിച്ച വീണ്ടും എന്തൊക്കെ അനിഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. തലയിലെഴുത്ത് ആർക്ക് മാറ്റാൻ പറ്റും? ഇനി ശാന്തമ്മയെ പോലെ നീയും എന്നെ വിട്ടു പോയാലോ? അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും വിയോഗം സംഭവിച്ചാലോ? ഇനി അതൊന്നും എനിക്ക് സഹിക്കാനുള്ള ശക്തിയില്ല മോളെ. എന്റെ മരണം വരെ ആരെയും നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് രാജഗുരുക്കളെ ചെന്ന് കണ്ട് മറ്റൊരു നല്ല മുഹൂർത്തം കുറിപ്പിക്കാം. ദോഷനിവാരണ പരിഹാരം എന്തെങ്കിലും പറഞ്ഞാൽ അതും കൂടെ നിവർത്തിക്കാലോ. അതുവരെ എന്റെ മോള് ഇതൊന്ന് തൊടാൻ പോലും ഒരിക്കലും ശ്രമിക്കരുത്. ശരിയാ മോളെ, അന്ന് നടന്ന സംഭവങ്ങൾ ഇന്നും എന്റെ കൺമുമ്പിലുണ്ട്. ഒരുപാട് കാലം ദുസ്വപ്നങ്ങളെ സമ്മാനിച്ചൊരു സംഭവമായിരുന്നു അത്. വീണ്ടും അതൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ. നമുക്ക് മറ്റൊരു മുഹൂർത്തം കുറിക്കാലോ. കയ്യെ കിട്ടിയത് വായിലേക്ക് എത്തും മുമ്പ് താഴെ പോയല്ലോ. സാരല്ല അമ്മായി, ഇതൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലല്ലോ. അമ്മാവനും അമ്മായും തീരുമാനിക്കുന്ന പോലെ മതി. അന്ന് കയ്യിന്ന് വഴുതി പോയ പോലെ ഇന്നും സംഭവിച്ചിരിക്കുന്നല്ലോ. ഛേ, ഇപ്പൊ ഈ സംഭവം നടന്നതില് ഇവക്കൊരു കയ്യൂല്ല. എന്നിട്ടും ഇതൊക്കെ മുമ്പേ പ്രവചിക്കാൻ ഇവക്ക് എങ്ങനെ സാധിച്ചു? ഹലോ ദേവേട്ടാ, എന്തായാലും വൈദ്യ ചേച്ചി എത്തിയല്ലോ. ഇനിയെങ്കിലും ആ കേക്ക് ഒന്ന് കട്ട് ചെയ്തൂടെ? എന്നാ കേക്ക് കട്ട് ചെയ്യാം. എന്തായാലും ആസ്തി ആരും കൊണ്ടുപോകാതെ കാത്തു. ഇത് മുഴുവനും എനിക്കും വരുണിനും കൂടെ അനുഭവിക്കാനുള്ളതാ.
രാജകീയ യോഗമല്ല ഈ അനാഥ കഴുതയ്ക്ക്. അനുഭവിച്ചൊടുങ്ങടി. ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു അമ്മ. ജന്മദിന ആശംസകൾ മോനെ. താങ്ക് യു സോ മച്ച് അച്ഛാ. ഹലോ, കണ്ടായിരുന്നോ നീ? എന്റെ ഭർത്താവിന് ഞാൻ കഴിച്ചത് കഴിക്കാൻ എന്തൊരു ഇഷ്ടാന്നോ. വിഷമിക്കൊന്നും വേണ്ട, ഒരു മുറി കഷ്ണം നിന്റെ കയ്യിലേക്കും തന്നായിരുന്നല്ലോ. ഓ, കേക്ക് നിനക്ക് വലിയ ഇഷ്ടാന്ന് തോന്നുന്നു. നിക്കട്ടോ, നിനക്ക് ഞാൻ എന്റെ കൈകൊണ്ട് നല്ലൊരു കേക്ക് ഉണ്ടാക്കി തരാം. നിനക്ക് മാത്രം. വയറ് നിറച്ച് കഴിച്ചോട്ടോ. ഞാൻ തരാടി നിനക്ക് നല്ല എരിവുള്ള ഹോട്ട് കേക്ക്. കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കുന്നേ. ചിരിച്ചോ? ദശരഥ രാമവർമ്മേ, ഭാഗ്യം ഇപ്പോഴും നിന്റെ കൂടെയാ. തലനാരിഴയ്ക്ക് നീ രക്ഷപ്പെട്ടു. പക്ഷെ ഞാൻ നിന്നെ വിടില്ല. നിന്റെ സകല സ്വത്തും കൈയടക്കി നിന്നെ പെരുവഴിയിലാക്കാതെ ഈ ചന്ദ്രിക അടങ്ങിയിരിക്കുമെന്ന് കരുതണ്ട. നമ്മൾ കുറച്ചേറെ കഷ്ടപ്പെട്ടെങ്കിലും ഒടുവിലെല്ലാം നന്നായിട്ട് നടന്നല്ലോ. ആ സമയത്ത് ആ പാമ്പ് വന്നോണ്ട് എല്ലാം അവിടത്തോട് തീർന്നു. ചേച്ചി, കൃത്യം ആ സമയത്ത് എവിടുന്ന ചേച്ചി പാമ്പ് വന്ന? നമ്മുടെ ഭാഗ്യം കൊണ്ടല്ലേ അത്? ഭാഗ്യം കൊണ്ടല്ല മാധവ പാമ്പ് വന്നത്. അത് വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, വരികയും ചെയ്തു. കൊളായി, എല്ലാം കൊള്ളായമ്മേ. ഒരൊപ്പിടേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. ആസ്തി മുഴുവൻ എന്റെ കയ്യിലിരുന്നേനെ. ആ പാമ്പിന് വരാൻ കണ്ട സമയം. അപ്പോഴേക്കാ കിളവന്റെ സെന്റിമെന്റ്സ്. പാമ്പ് വന്നതുകൊണ്ട് പിന്നീടാവാത്രേ. അല്ല ബേബി, പാമ്പ് വന്നതുകൊണ്ടായിരുന്നില്ല. CCTV-ലെല്ലാം അമ്മ കണ്ടതല്ലേ. പാമ്പ് വന്നതുകൊണ്ട് അയാളത് വേണ്ടാന്ന് വെച്ചത്. പിന്നെ പാമ്പ് വന്നതുകൊണ്ടല്ലെന്ന് അമ്മ എങ്ങനെ പറയും? പാമ്പിന്റെ പകയെന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് ഞാൻ കരുതിയത്. ഈ പാമ്പിന് എന്നോട് എന്നോ എവിടെയോ പകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ ആ സമയത്ത് കയറി വന്നത്. എല്ലാം നശിപ്പിച്ചിട്ട് പോവുകയും ചെയ്തു. മതി ബേബി, പാമ്പ് എന്ത് പക വീട്ടിയെന്നടി വെറുതെ ഒന്നും വിളിച്ചു പറയരുത്. സത്യത്തിൽ ആ പാമ്പ് വെറുതെ വന്ന് കേറിയതല്ല ബേബി. പിന്നെ അവിടെ ആരോ മനഃപൂർവ്വം ഈ ചടങ്ങ് മുടക്കാൻ വേണ്ടി കൃത്യസമയത്ത് ആ പാമ്പിനെ അവിടെ വിട്ടിട്ട് പോയതാ.
മനഃപൂർവ്വം കൊണ്ടിട്ടിട്ട് പോയതാണെന്നോ? അതെന്തിനായിരിക്കും? എല്ലാം നീ തന്നെ കേട്ടതല്ലേ, പിന്നെ എന്തിനാ ബേബി എന്നോട് ചോദിക്കുന്നേ? ദശരഥ രാമവർമ്മ പറഞ്ഞത് എന്തായിരുന്നു? പണ്ട് അയാളുടെ അനിയത്തി ശാന്തിയുടെ കാര്യത്തിലും പാമ്പ് കേറി വന്നപ്പോ അമ്മ പറഞ്ഞതനുസരിക്കാതെയല്ലേ ശാന്തിക്കെല്ലാം എഴുതി കൊടുത്തത്? അതിനുശേഷമല്ലേ മരണങ്ങളും വേർപാടുകളും ഒക്കെ ഉണ്ടായത്. ഇപ്പൊ വീണ്ടും അതേപോലെ പാമ്പ് കേറി വന്നാ ദശരഥ രാമവർമ്മ എല്ലാം അവിടെ വെച്ച് നിർത്തുവെന്ന് പഴയ കഥകൾ അറിയാവുന്ന ആരോ ഒരാൾ മനഃപൂർവ്വമാണ് ആ പാമ്പിനെ അവിടെ ഇറക്കി വിട്ടത്. പഴയ കഥകൾ അറിയാവുന്ന ആർക്കാണെന്ന് എനിക്കറിയില്ലല്ലോ അമ്മേ. പക്ഷെ ഈ ചടങ്ങ് തടസ്സപ്പെടണമെന്ന് ആഗ്രഹിച്ചത് വൈദേഹി മാത്രമാണ് അമ്മേ. അങ്ങനെയാണെങ്കിൽ പഴയതൊക്കെ വൈദേഹിക്ക് അറിയാവുന്നതാണോ? എന്നു മാത്രമേ നമുക്കിപ്പോ കരുതാൻ പറ്റൂ. അല്ലെങ്കിൽ അവൾ എങ്ങനെയാ അത്ര കോൺഫിഡന്റ് ആയിട്ട് ആസ്തി നിനക്ക് കിട്ടാൻ അനുവദിക്കില്ലെന്ന് നിന്നോട് ചലഞ്ച് ചെയ്തിരിക്കും? 20 വർഷങ്ങൾക്ക് മുൻപ് സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്ത് പാമ്പ് വന്ന കാര്യം വൈദേഹിക്കറിയാമെന്നുണ്ടെങ്കിൽ ഇതുപോലിനി പലതും അവൾക്കറിയാമായിരിക്കും. അതിനർത്ഥം നീ കൊട്ടാരം വീട്ടിലെ അനന്തരവളല്ലെന്ന് തെളിയിക്കാൻ പറ്റുന്നതെന്തെങ്കിലും അവളുടെ കൈവശമുണ്ടെങ്കിൽ പിന്നെ ദൈവം വിചാരിച്ചാലും നമ്മളെ രക്ഷിക്കാനാവില്ല. അമ്മേ, എനിക്ക് ധൈര്യം പറഞ്ഞു തരേണ്ട അമ്മ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചാൽ എങ്ങനാ? വൈദേഹിക്ക് പഴയ കാര്യങ്ങളൊക്കെ അറിയാമോ? അതോ ഇത് വെറും കോയിൻസിഡൻസ് ആണോ? അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, വെക്കട്ടെ. ചേച്ചി, പാമ്പ് കയറി വന്ന ഭാഗം വെക്കുന്നത് നിന്നു പോകുന്നുള്ള ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഇതൊക്കെയാണ് ദൈവത്തിന്റെ കളികള്. നേരം വെളുത്ത ഭാഗം വെക്കലും നടക്കും. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. ഒരു വഴി കാണിച്ചു തരണേ രാമ എന്ന് ഞാൻ ശ്രീരാമനോട് പ്രാർത്ഥിച്ചിരുന്നു. എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയായിരുന്നു ശാന്തമ്മ. ഇന്ന് ആ കൃഷ്ണമണി മറ്റൊരു പൊന്നുംകുടത്തിന് ജന്മം നൽകിക്കൊണ്ട് എന്റെ കുടുംബത്തിൽ മറ്റൊരു വിളക്ക് കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് എന്റെ അനന്തരവളുടെ പേരിടിയിൽ ചടങ്ങായിരുന്നു. ഈ പ്രദേശം എങ്ങും അതിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. ഒരു പുതുമയുള്ള മാലയാണ് ഞാൻ ഇന്ന് അവൾക്ക് സമ്മാനിച്ചത്. അതെന്റെ അനന്തരവളുടെ കഴുത്തിലിട്ടപ്പോഴാണ് അതിന്റെ ഭംഗി കൂടിയത്. ഈ വീട്ടിലെ നിന്റെ ഓരോരോ ചുവടുകളും ഓരോരോ ഓർമ്മകളാണ് ശാന്തമ്മേ. പക്ഷേ ആ കാലടി ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണയാണ് നമ്മളെ തമ്മിൽ അകറ്റിയത്. എവിടെയാണ് ശാന്തമ്മേ നീ? എന്നാണ് ഈ ഏട്ടനെ കാണാൻ നീ വരിക? നേരം വെളുത്ത സ്വത്തിന്റെ പകുതി മാളവിക കൈക്കലാക്കും. അവൾ ഇവിടുത്തെ അനന്തരവളല്ലെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ലല്ലോ. സ്വത്ത് അവൾക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യോ, അച്ഛൻ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. എന്താ ചേച്ചാ? ഇതേതോ പഴയ ഡയറിയാണല്ലോ. പണ്ടത്തെ കാര്യങ്ങൾ അച്ഛൻ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഓരോ പേജിലും ശാന്തിയമ്മയെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എന്തായിരിക്കും ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവുക? ഇന്ന് എന്റെ ജന്മദിനമാണ്. എന്റെ ആസ്തിയുടെ പകുതി ഭാഗം എന്റെ അനിയത്തിയുടെ പേരിൽ എഴുതി കൊടുക്കണം. പക്ഷേ ഇന്ന് വീട്ടിലൊരു പാമ്പ് കയറി വന്നു. ശകുനം നല്ലതല്ലാത്തത് കൊണ്ട് ഇന്ന് ഭാഗം വെക്കലൊന്നും വേണ്ടെന്ന് അമ്മ പറഞ്ഞതാ. പക്ഷെ
എന്റെ മനസ്സിൽ അപ്പ തന്നെ അത് അവൾക്ക് കൊടുക്കണമെന്ന് തോന്നി. അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ അപ്പ തന്നെ അത് അവൾക്ക് എഴുതി കൊടുത്തു. പക്ഷെ അളിയൻ മരണപ്പെട്ടതും ശാന്തമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും എല്ലാം അന്നേ ദിവസം തന്നെ നടന്നു. അന്നു മുതൽ എന്റെ ജന്മദിനം എന്നിൽ ഭയം ഉളവാക്കുന്നു. വീട്ടിലൊരു പാമ്പിനെ കണ്ടാലും അതുപോലെ തന്നെ. ഈ ഡയറിയിലുള്ള കാര്യങ്ങൾ മതി മാളവിക്ക് ഇവിടുന്ന് പുകച്ചു പുറത്തേ അടിക്കാൻ. യെസ്. അങ്ങനെയാണ് എല്ലാം ഞാൻ അറിഞ്ഞത്. പഴയ ചില കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞോണ്ട് ഇന്നലത്തെ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റി. ഞാനിവിടെ ഇല്ലെങ്കിലും ഇന്നലെ ആ പാമ്പ് വരുമായിരുന്നു. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ കൃത്യസമയത്ത് കാര്യം നടന്നോളൂ. ഹലോ, നീ ഇപ്പൊ എവിടെയാ? വന്നോണ്ടിരിക്കുക. ദേ ഇപ്പൊ അങ്ങെത്തും. പാമ്പ് വന്നതോടെ എല്ലാം അവിടെ വെച്ച് മുടങ്ങി. ചേച്ചി, ഇത് ശരിക്കും ആ രാമൻ കാണിച്ചെന്ന വഴിയാ. ശരിയാ മാധവ, നല്ലവരെ ദൈവം കൈവിടില്ല. ചില പരീക്ഷണങ്ങളൊക്കെ തരുമെന്നേ ഉള്ളൂ. ദുഷ്ടനെ ദൈവം ആദ്യമൊക്കെ പന പോലെ വളർത്തും മാധവ. പക്ഷെ അവസാനാവുമ്പോഴേക്കും പാടെ അങ്ങ് കൈവിട്ട് കളയുകയും ചെയ്യും. ഏയ്, സത്യം പറയടി, ഇതിന്റെ പിറകിൽ നീയല്ലേ? മാധവ, ഈ ഫോണൊന്നു കൊണ്ടേ ചാർജിലിട്. ആ ശരി ചേച്ചി. മാളവിക എന്തേ പറയുന്നേ? ഞാൻ എന്തോ ചെയ്യുമെന്ന് കരുതി നീ ആളെ വെച്ച് എന്നെ കിഡ്നാപ്പ് ചെയ്യിച്ചിട്ട് ഇപ്പെന്താ പുതുതായിട്ട് ഞാനാണോ ഇതിന്റെ പുറകിലെന്ന് ചോദിക്കുന്നേ? എന്റെ അടുത്ത് അഭിനയിക്കരുത് നീ. ഇന്നലെ തൊട്ട് ഇത് നടക്കില്ലെന്ന് നീയല്ലേ പറഞ്ഞേ? എവിടെന്നാ നിനക്ക് ഇത്ര കോൺഫിഡൻസ് കിട്ടിയേ? എന്തായിരുന്നു നിന്റെ ധൈര്യം? പാമ്പ് വന്നതൊക്കെ വെറും കോയിൻസിഡൻസ് ആണെന്ന് നീ എന്നോട് പറയരുത്. ഏയ്, എന്തിനാ നീ ഇപ്പൊ ചിരിക്കുന്നേ? ജയിച്ചതിന്റെ അഹങ്കാരായിരിക്കുമല്ലേ? പക്ഷെ എങ്ങനെയായിരുന്നു ആ വിജയം എന്ന് എനിക്ക് അറിയണം. അതെന്താ അങ്ങനെ ചോദിച്ചേ? എങ്ങനെയെങ്കിലും വിജയിക്കും. ഇന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്നും. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ മാളവികെ, എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവെന്ന്. എന്റെ കുടുംബത്തിനൊരു ആപത്തുണ്ടായാ ജീവൻ കളയാൻ പോലും ഞാൻ തയ്യാറാവും. നീ എന്താ കരുതിയേ? ചെറിയ പ്രായത്തിൽ കളിച്ചിരുന്ന 3-4 കളിപ്പാട്ടും എടുത്തുകൊണ്ട് പഴയ കുറച്ച് സംഭവങ്ങളും മനസ്സിലാക്കി ഇവിടുത്തെ അനന്തരവളാന്നും പറഞ്ഞ് നീ തകർത്ത് അഭിനയിക്കുമ്പോ നിനക്കറിയാവുന്ന അത്ര കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്കും അറിയില്ലേ? ആ അറിഞ്ഞ കാര്യങ്ങളിൽ ആ പാമ്പിന്റെ സംഭവം ഉണ്ടായിക്കൂടെ? അങ്ങനെ ആ സംഭവം പ്രയോജനപ്പെടുത്തി നീ സ്വത്ത് തട്ടിയെടുക്കാതെ രക്ഷപ്പെടുത്തി. നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തത് തല കുത്തി നിന്നാലും നമുക്ക് കിട്ടില്ല. അപ്പൊ യാതൊരു ബന്ധവുമില്ലാത്ത നീ കൊട്ടാരം വീട് കൈക്കലാക്കാൻ ശ്രമിച്ചാ ഞാനുള്ളിടത്തോളം അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ഓരോ നീക്കവും തകർക്കാൻ തക്കതായ അസ്ത്രങ്ങൾ എന്റെ അവനാഴിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ നിനക്കാവില്ല.